മുജാഹിദ് ബാലുശ്ശേരി സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ആലോചിക്കുക. എന്നിട്ടൊരു വലിയ സ്വർഗം വേണോ സ്വർണം വേണോ എന്ന് ആലോചിക്കുക. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പിലുള്ള ആ ബക്കറ്റിലെ 3 പവൻ 5 പവൻ 4 പവൻ 2 പവൻ അങ്ങനെ കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, എല്ലാം ആഭരണമാണ്, മോതിരം ഒക്കെ അഴിച്ചതിലിടണം. നല്ല പിരിവ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും നടത്താത്തവരും ഞങ്ങൾ മാത്രം ഇങ്ങനെ നടത്തിയിട്ട് അതും നടത്തിയോല് കൊണ്ടുപോകുക, ഈ ആരോപണല്ലേ നടത്തുന്നത്? അല്ലേ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ് തന്റെ സ്ഥാപനത്തിന് വേണ്ടി നേർച്ചയാക്കിയ ആളുകൾ അവര് ബഹുമാനപ്പെട്ടവര് പ്രസംഗിക്കുന്ന ആ സ്ഥലത്ത് അവരുടെ സഹായത്തിന് വേണ്ടി പിരിക്കുമ്പോ ചിലപ്പോ നേർച്ചയുടെ പണവുമായി വരും. അത് ബക്കറ്റിലിട്ടാൽ നേർച്ച യഥാർത്ഥത്തിൽ അതിൻ്റെതായ സ്ഥലത്തെത്തി അത് വീടുന്ന ഒരു സ്വഭാവം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ബക്കറ്റിലിടരുത്, അത് സുരക്ഷിതമായ ഒരു ഭാഗത്ത് തന്നെ വെക്കണം. അതുകൊണ്ട് തൽക്കാലം കീശയിലിട്ടോ എന്ന് പറഞ്ഞാൽ അപ്പോഴേക്ക് ഇവർ ആ ഭാഗം കാണിക്കുക. ഇവരെക്കാൾ വലിയ സഫീഹുകൾ ലോകത്ത് വേറെ ആരുണ്ട്? ഇതിനേക്കാൾ വലിയ വിഡ്ഢിത്തരം ലോകത്ത് എന്തുണ്ട്? അപ്പൊ ഇങ്ങനൊക്കെ വെറുതെ സമയം കളയുക എന്നല്ലാതെ കാര്യം പറയാൻ നിങ്ങളെ കിട്ടില്ല, നിങ്ങളുടെ കൈകളിൽ അതില്ല എന്ന് സമൂഹം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. മുജാഹിദ് ബാലുശ്ശേരി തന്നെ മനുഷ്യനായി ജീവിക്കാനാണ് ഇനി നമ്മളോടൊക്കെ പറയുന്നത്. അവസാനിപ്പിക്കണം ഈ കൊല്ലലും കൊടുക്കലും കുത്തലും ചവിട്ടലും, അവസാനിപ്പിക്കണം. മനുഷ്യനായിട്ട് ജീവിക്കണം, മനുഷ്യന്മാരായിട്ട് ജീവിക്കണം, പാവങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. അവരെ കൊല്ലാനുള്ളതല്ല എന്നാ പറയുന്നത്. അപ്പൊ ഈ കൊല്ലലും ചവിട്ടലും ഒക്കെ അവസാനിപ്പിച്ചിട്ട് മനുഷ്യനായി ജീവിക്കണം എന്നാണ് ആര് പറയണത്? മുജാഹിദ് ബാലുശ്ശേരി പറയണത്. അത് ഞങ്ങളോട് പറയണ്ട, അത് നിങ്ങളോട് തന്നെ പറയണം. ആദ്യം ഒരു മുസ്ലിയാര് ഞാൻ പറഞ്ഞു, അയാൾ പഠിപ്പിക്കുന്ന മദ്രസിലെ കുട്ടികളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുക. അയാൾ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അതാണ്. കാരണം അയാൾ പഠിപ്പിച്ച് കുട്ടികൾ വളർന്നാൽ ഭൂലോകത്തിലെ 3rd റേറ്റ് ഗുണ്ടകളായി അദ്ദേഹത്തിന്റെ അനുയായികൾ മാറും. അതിനേക്കാൾ നല്ലത് ഹിളർ നബി അലൈഹിസ്സലാം കഴുത്തുമുരുണ്ടി കൊന്ന പോലെ ഇവർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ കഴുത്തു ഞെരിച്ച് കൊല്ലലായിരിക്കും ഒരുപക്ഷെ ലോകത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ സേവനം. കാരണം അത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഇവരുടെ പണ്ഡിത ലോകത്ത് ഇവർ അറിയപ്പെടുന്ന ആളുകൾ. എങ്ങനെയുണ്ട് പാരാ മനുഷ്യനാകേണ്ടത്? അപ്പൊ ഈ കൊല്ലലും ചവിട്ടലും ഒക്കെ അവസാനിപ്പിച്ച് മനുഷ്യനായി ജീവിക്കാൻ നിങ്ങൾ ആദ്യം സന്നദ്ധരാകുക. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞാൽ മതി. ഞങ്ങളാരും ഇന്നേ വരെ മുജാഹിദ് മദ്രസയിൽ പോകുന്ന കുട്ടികളെ കഴുത്തു പിരിണ്ടി കൊല്ലണം എന്ന് ഞങ്ങൾ പറഞ്ഞില്ല. ഹിളർ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുട്ടിയെ കൊന്നത് ഇവിടത്തെ സുന്നികളുടെ കുട്ടികളുടെ കഴുത്തു പിരിണ്ടി കൊല്ലാനുള്ള തെളിവാണെന്ന് ഏത് മുഫസ്സിർ പറഞ്ഞിടൂ? പറയൂ നിങ്ങളത്. ഏതായത്തോതിയാലും ഹദീസോതിയാലും നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ, അതിലെവിടെയാ ഈ ഇസ്തിഗാസാത്ത്? കാരണം നിങ്ങൾക്ക് അതേ അറിയുള്ളൂ. അതെന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകൂല, അതെങ്ങനെ വിശദീകരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല. ആലുവ സംവാദത്തിൽ എന്ന ഹദീസ് പറഞ്ഞപ്പോ ഹനീഫ കായക്കൂടി അപ്പുറത്തുനിന്ന് പറയാണ്, ആ ഹദീസിന്റെ ബാക്കി വായിക്കണം. ബാക്കിയില്ലേ? അത്രേ ഉള്ളത്. പോയത്തം പറഞ്ഞു നോക്കി നിങ്ങള്. അതിന്റെ ബാക്കി എന്താ നിങ്ങൾ വായിക്കാത്തത്? ബാക്കി വേണ്ട അതിന്. അപ്പൊ ആ സാധു അത് കണ്ടിട്ടില്ല. ആ സാധു അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് മൂപ്പര് അതിന്റെ ഒരു മറ പിടിക്കണല്ലോ. എന്നിട്ട് മൂപ്പര് പറയാണ്, ആ ഹദീസൊക്കെ നമ്മൾ എത്ര കാലം മുമ്പ് കണ്ടതാണ്. അത് പറഞ്ഞ ഉടനെ തന്നെ മൂപ്പര് പറയാണ്, എന്തേ ആ ഹദീസ് മലയാളം മാത്രം പറഞ്ഞ് അറബി എന്തേ പറയാതിരുന്നത്? പറഞ്ഞാൽ അവർക്കറിയാം. അപ്പോൾ ലാപ്ടോപ്പിൽ അതിന്റെ ആ മത്തിനങ്ങ് അടിച്ചു കൊടുത്താൽ സെനത് സഹിതം കിട്ടു വരും. കണ്ടതാണെങ്കിൽ പിന്നെ അടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? പൊട്ടത്തരല്ലാതെ പറയില്ല. ഇതിനൊക്കെ വേണ്ടത് എന്താണെന്നറിയോ? മൂപ്പരെ തന്നെ ഏൽപ്പിക്കാൻ വേണ്ടത്. ആരെ? സക്കരിയ സ്വലാഹിനെ ഏൽപ്പിക്കാണ് വേണ്ടത്. ഞാൻ ഏൽപ്പിച്ചേരാ ഇൻഷാ അല്ലാഹ്. മൂപ്പരെ തന്നെ കുറച്ചാണ് വിളിക്കാണ്ട് മൂപ്പര്. അപ്പൊ ഏതായിരുന്നാലും നമ്മൾ മനസ്സിലാക്കുക, ഇതുപോലെയുള്ള വൈരുദ്ധ്യങ്ങൾ മാത്രം വിളിച്ചുകൂവി, വിവരക്കേടുകൾ മാത്രം വിസർജിച്ച് ലോക മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കുകയും കാഫിറുകളായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് എന്റെ മുജാഹിദുകളെ നിങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ആദർശമില്ല, ഒന്നുമില്ല, വിവരക്കേട് മാത്രം. നിങ്ങൾ നോക്ക്, മുജാഹിദ് ബാലുശ്ശേരി പരിശുദ്ധ ഖുർആനിന്റെ ബഹുമതി പറഞ്ഞിട്ട് പറയാണ്, മർക്കസിൽ പഠിക്കുന്ന ഒരു സഖാഫി ഒരായത്തിന്റെ സ്ഥാനത്ത് പുതിയ ആയത്ത് കൊണ്ടുവന്ന്.
വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് തിരുത്തിയിട്ട് കമാന്നൊരു അക്ഷരം പറഞ്ഞില്ല ഈ ഉമ്മത്ത്. ഒറ്റ പ്രസ്ഥാനം ഒഴികെ ഇസ്ലാമുള്ള ഒരേ ഒരു പ്രസ്ഥാനം സലഫി പ്രസ്ഥാനം. അവർ പ്രതിഷേധിച്ചു. വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് ഒഴിവാക്കിയിട്ട് വേറൊരു ആയത്ത് കൊണ്ടുവന്നു ഖുർആനിൽ. കേരളത്തിൽ നടന്നതാ, ഇസ്രായേലിൽ നടന്നല്ല, ബ്രിട്ടനിൽ നടന്നല്ല, കേരളത്തിന്റെ മണ്ണിൽ മർക്കസ് സഖാഫത്ത് സുന്നിയയുടെ സന്താനം ചെയ്ത പണിയാ. അതൊക്കെ ഇവിടെ ഉണ്ടായി. അതും അതിൽ കൂടുതൽ കാണേണ്ടി വരും. കാണും, അത് റസൂലിന്റെ പ്രവചനമാണ്. കാണേണ്ടി വരും. നമ്മൾ നോക്കി നിന്ന് കാണും. നിങ്ങളൊക്കെ നോക്കി നോളിട്ടോ കാണാൻ പോവുക. മൂപ്പരത്തും തന്നെ റസൂലുള്ളാഹിന്റെ ആ പ്രവചനം മൂപ്പരത്തും തന്നെ ഒന്ന് കാണുക ആദ്യം. എന്നിട്ട് ഞാൻ വിശദീകരിച്ചു തരാം. എന്താണെന്നറിയോ, മൂപ്പര് ഖുതുബയിൽ മുസ്ഹഫ് നിവർത്തിയിട്ടാണ് ഓതുന്നത്. ചിലപ്പോ നമ്മൾ കാണാതെ ഓതുകയാണെങ്കിൽ ചിലപ്പോ തെറ്റ് പറ്റാറുണ്ട്. അത് സ്വാഭാവികമാണല്ലോ. അത് നിങ്ങൾക്കും പറ്റും ഞങ്ങൾക്കും പറ്റും, അതൊക്കെ ശരിയാണ്. ഇനിയിപ്പോ അത് ആ ക്ലിപ്പ് കൊണ്ടൊന്നും ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ ഖുർആൻ നിവർത്തി നോക്കി ഓതുമ്പോൾ അതും ഒരേ തെറ്റ് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ഒരവസ്ഥ നിങ്ങൾ നോക്ക്. അൽ കഹ്ഫ് സൂറത്തിൽ നിന്ന് ഒരായത്ത് ഓതുകയാണ്. വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാതി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ തുരീദു സീനത്തൽ ഹയാത്തി ദുനിയാ. ഈ പരിശുദ്ധമായ വാക്യം അയാൾ നോക്കി ഓതുക. എന്താ ഓതുന്നത്? തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയാ. ഒരു വട്ടല്ലോ, 1-2 തവണ ആവർത്തിച്ച് ഓതുകയാണ്. തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയാ നോക്കിയിട്ടാണ് ഓതുന്നത്. അപ്പൊ ഈ സാധു ചെറുപ്പത്തിൽ പഠിച്ചതും അങ്ങനെ ഇവര് പഠിപ്പിച്ചു കൊടുത്തതുമല്ലേ. ഇന്നേ വരെ ഒരാൾ തിരുത്താണ്ടായോ? കേസറ്റ് ഇറക്കുമ്പോ തന്നെ അതൊന്ന് തിരുത്തണ്ടേ? അതുണ്ടായില്ല. അതിന് വിവരം വേണ്ടേ? തുരീദൂന സീനത്തൽ ഹയാത്തി ദുനിയാ. ആരാണടോ ഇവിടെ പരിശുദ്ധ ഖുർആനിൽ പുതിയ ആയത്ത് കൊണ്ടുവന്നത്? സുലൈമാൻ സഖാഫി മാളിയേക്കൽ അയാൾ സുന്നത്ത് ജമാഅത്ത് എന്ന പുസ്തകം എഴുതിയപ്പോ ഒരു ഹറക്കത്ത് അവിടെ വ്യത്യാസപ്പെട്ടു പോയി. മൂപ്പർ പറഞ്ഞതോ പ്രസംഗിച്ചതോ നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞോ? ഇതുവരെ കഴിഞ്ഞോ? ഇല്ല. അച്ചടിയിൽ ചെയ്ത തെറ്റാണത്. അത് അച്ചടിയാണ് ഉത്തരകാരൻ, പ്രിന്റിംഗ് ആണ് അതിന്റെ ഉത്തരവാദി. അതല്ലാതെ നേതാക്കളെ മേലിൽ അത് വെച്ച് കെട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ എത്ര തെറ്റ് ഞങ്ങൾ കാണിച്ചു തരണം? നിങ്ങളുടെ പുസ്തകത്തിൽ എത്ര തെറ്റ് അങ്ങനെ കാണിച്ചു തരണം? വെറുതെ അതൊക്കെ എടുത്തു പറയണോ? കാണിച്ചു തരുമ്പോ പിറ്റേന്നുണ്ടാവും തിരുത്ത്. പക്ഷെ തിരുത്താൻ പോലും പറ്റാത്ത ഒരവസ്ഥയായി പോയി. മദ്രസയിലെ പോലെ പാഠപുസ്തകത്തിൽ നിന്ന് ആലുവ സംവാദത്തിൽ നമ്മൾ ചില ഡെഫിനിഷൻ വായിച്ചപ്പോ പിറ്റത്തെ മാസം തിരുത്താൻ പറ്റുമല്ലോ. ഒരു കൊല്ലം തന്നെ ചുരുങ്ങിയത് വേണമല്ലോ. അങ്ങനെ കുടുങ്ങിയത് ആലുവ സംവാദത്തിലാണ്. മറ്റത് എന്ത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ പിറ്റത്തെ മാസം തന്നെ പെട്ടെന്ന് സാധുക്കൾ തിരുത്തും. എന്നാൽ ഞാൻ ചോദിക്കുകയാണ്, പരിശുദ്ധ ഖുർആനിൽ വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക വസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്ന സ്ഥാനത്ത് റസൂല എന്ന് അച്ചടിയിൽ വന്നുപോയി. ആ വന്നതിന്റെ പേരിലാണ് ഈ സാധു തോന്നിവാസം വിളിച്ചു പറഞ്ഞിട്ട് അള്ളാന്റെ റസൂലിന്റെ പ്രവചനമാണ്, അത് കാണും, കാണേണ്ടി വരും, നമ്മൾ നോക്കി നിൽക്കും. അപ്പൊ നമ്മൾ നോക്കി നിൽക്കുന്നത് ഒന്ന് കണ്ടോ നിങ്ങൾ. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തൽ ഹയാത്തിദ് ദുനിയാ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, ഫസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശി. പ്രഭാതത്തിലും പ്രദോഷത്തിലും ശ്രദ്ധിക്കണേ. അല്ലാഹു അവരുടെ ഐഡന്റിറ്റി പറയാ. അവർക്ക് വേണ്ടി അതാണ് അല്ലാഹു പറയും, റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവരുമായി നീ നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്ട് പാവങ്ങളുമായി, പാവപ്പെട്ടവരുമായി. നോക്കൂ, ദുനിയാവിന്റെ അലങ്കാരങ്ങളിലും പളപളപ്പുകളിലും നീ കണ്ണഞ്ചി പോകരുത്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, വളരെ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഫസ്ബിർ നഫ്സക മഅല്ലദീന യദൂന റബ്ബഹും ബിൽ ഗദാതി വൽ അശി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദൂന സീനത്തൽ ഹയാത്തിദ് ദുനിയാ. നോക്കൂ, അല്ലാഹു റസൂലിനെ വിളിച്ചു പറയാ, ഫസ്ബിർ
റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു പ്രഭാതത്തിലും പ്രദോഷത്തിലും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജു ഉദ്ദേശിച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന അവരുമായി നീ നിന്റെ മുഖത്തെ ബന്ധിപ്പിച്ചിട്ട് പാവങ്ങളുമായി പാവപ്പെട്ടവരുമായി നോക്കൂ. ദുനിയാവിന്റെ അലങ്കാരങ്ങളിലും പളപളപ്പുകളിലും നീ കണ്ണഞ്ചി പോകരുത്. ഞാനിവിടെ വളരെ ഗൗരവമായ ഒരു കാര്യം പറഞ്ഞാൽ പറയണ്ട, ഞാൻ പറയാ ഗൗരവമുള്ള കാര്യം. ഖുർആൻ നോക്കിയിട്ട് പച്ച പൊള്ളിച്ച് വായിച്ചു എന്നുള്ളതാ.